ഗൈസ്, ഞാൻ ഇന്നൊരു റിയൽ സ്റ്റോറി കേട്ടിട്ടാണ് വരുന്നത്. ആ ഒരു റിയൽ സ്റ്റോറി കേട്ടതുകൊണ്ടായിരിക്കും സക്സസിന്റെ എന്തെങ്കിലും ഒരു കാർഡ് എനിക്ക് ഉണ്ടാക്കണം എന്ന് മനസ്സിൽ ഇങ്ങനെ ഒരു ത്വര വന്നു. ആ ഒരു ത്വരയുടെ പുറത്താണ് ഈ ഒരു സംഭവം ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത് കാണുന്ന ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും നിങ്ങൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കോഴ്സ് അല്ലെങ്കിൽ നിങ്ങൾ സക്സസിന് വേണ്ടി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം ആ കമന്റ് ബോക്സിലൂടെ ഒന്ന് പറഞ്ഞു കേട്ടോ. കാരണം മറ്റുള്ളവരുടെ സ്റ്റോറികളൊക്കെ കേൾക്കുന്ന സമയത്ത് നമുക്കും ഒരു ഇൻസ്പിറേഷൻ ആവും, അത് കാണുന്നവർക്കും അത് റീഡ് ചെയ്യുന്നവർക്കൊക്കെ ഒരു ഇൻസ്പിറേഷൻ ആവും. അതിന് വേണ്ടിയിട്ടാണ്. ഇനി നിങ്ങൾക്ക് ആ സ്റ്റോറി എന്താണെന്ന് അറിയണ്ടേ? ഞാൻ ഇന്ന് യൂട്യൂബിൽ എന്തോ ഒരു കാര്യം സെർച്ച് ചെയ്യാൻ വേണ്ടി കയറിയ സമയത്ത് പെട്ടെന്ന് എന്റെ കൺമുൻപിൽ കണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചേച്ചി അല്ലെങ്കിൽ ഒരു കുട്ടി, ആ കുട്ടിയുടെ വീട് എന്ന് പറയുന്നത് ഒരു ഫോറസ്റ്റ് ഏരിയയിലാണ്. ഫോറസ്റ്റ് ഏരിയ എന്നൊക്കെ പറയുന്ന സമയത്ത് ചിന്തിച്ചാൽ മതിയല്ലോ, ഒരുപാട് മൃഗങ്ങളും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും, പ്രത്യേകിച്ച് ഈ കാട്ടാനകൾ അല്ലേ. അപ്പം ഈ ഒരു ചേച്ചിയുടെ വീട്ടിൽ കയറിയിട്ട് തന്നെ ഈ കാട്ടാനകൾ ഉപദ്രവിക്കുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. അപ്പം മാത്രമല്ല ഈ ഒരു ചേച്ചിന്റെ അമ്മയ്ക്ക് ക്യാൻസർ ആയതുകൊണ്ട് തന്നെ ആംബുലൻസിനെ വിളിച്ച് ഹോസ്പിറ്റലിൽ പോകേണ്ട ഒരു ഇഷ്യൂസ് ഒക്കെ വരുന്നത് കൊണ്ട് തന്നെ ഈ കാട്ടാനകളെ മൃഗങ്ങളെയൊക്കെ പേടിച്ചത് കൊണ്ട് ഫോറസ്റ്റ് ഏരിയാസ് ആയതുകൊണ്ടും ഈ ആംബുലൻസ് ഒന്നും വീട്ടിൽ വരാത്തൊരവസ്ഥ. അങ്ങനെ ആ ഒരു ചേച്ചി വനവകുപ്പിനെ കണ്ട് ഈ ഒരു ഭൂമി വനവകുപ്പിന് കൊടുത്തുകൊണ്ട് അതിന്റെ ക്യാഷ് വാങ്ങിക്കാനുള്ള എന്തോ ഒരു സംഭവം നേടാൻ വേണ്ടിയിട്ട് വനവകുപ്പിന്റെ അടുത്ത് പോവുകയാണ്. പക്ഷെ അവരാരും ആ ഒരു കാര്യത്തിന് തയ്യാറായില്ല. മീൻസ് ആ ഒരു സംഭവം പാസ്സായിട്ട് ചേച്ചിക്ക് വരുന്നില്ല. എന്തോ ഒരു കാരണം കൊണ്ട് അതങ്ങനെ തള്ളി നീക്കപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം, ഒരു ഫാമിലി ഇതേപോലത്തെ ഒരു ഫോറസ്റ്റ് ഏരിയയിൽ ജീവിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് നമുക്ക് എന്തെങ്കിലും ഒരു ഹോസ്പിറ്റൽ ഇഷ്യൂ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ട് കുറച്ചും കൂടെ കൂടും. അങ്ങനെ ഈ ഒരു ചേച്ചിന്റെ കഠിന പ്രയത്നം കൊണ്ട് തന്നെ ചേച്ചി ഹൈക്കോടതിയെ സമീപിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഹൈക്കോടതിയിൽ നിങ്ങൾക്കറിയാം, നല്ലൊരു വക്കീലില്ലാതെ ഒരു കേസ് അവിടെ വാദിച്ചെടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഒരു സാധാരണപ്പെട്ട ആളുകൾക്ക് ഇത്രയും പൈസ കൊടുത്തുകൊണ്ട് നല്ലൊരു വക്കീലിനെ വെച്ച് കേസ് വാദിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മുടെ ചേച്ചിയുടെ പേര് മെയ്മോൾ എന്നാണ്. അങ്ങനെ നമ്മുടെ മെയ്മോള് ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ LLB സിലബസ് ഡൗൺലോഡ് ചെയ്തിരുന്ന് സ്വന്തമായിട്ട് നമ്മുടെ ഡെമോക്രസി എന്താണെന്ന് പൊളിറ്റിക്സ് എന്താണെന്ന് പഠിച്ചുകൊണ്ട് ഒരു ഹൈക്കോടതിയിൽ ഒരു വക്കീൽ എങ്ങനെ വാദിക്കുന്നുവോ അതേപോലെ എങ്ങനെ കേസ് വാദിക്കണം എന്നുള്ളതും ഡ്രാഫ്റ്റ് ചെയ്യണം എന്നുള്ളതൊക്കെ സ്വന്തമായിട്ട് പഠിച്ചുകൊണ്ട് ഒരു വക്കീലിന്റെ സഹായമില്ലാതെ ഈ ഒരു കേസ് തെളിയിക്കുകയാണ് ചെയ്യുന്നത്. വിചാരിച്ചൊരു കാര്യം നേടിയെടുത്ത സമയത്ത് ആ ചേച്ചി മനസ്സിലാലോചിച്ച ഒറ്റ കാര്യമേ ഉള്ളൂ, ഈ ഒരു കേസ് വാദിക്കുന്നതിന് തൊട്ട് മുമ്പേ നമ്മുടെ എഗെയിൻസ്റ്റ് ആയിട്ടുള്ള വക്കീൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, ഈ കേസ് ഞാൻ പുഷ്പം പോലെ വാദിച്ച് തോൽപ്പിച്ച് കയ്യിൽ വെച്ച് തരാന്നുള്ളത്. അത് മാത്രമല്ല, നാട്ടുകാർ, വീട്ടുകാർ, ബന്ധക്കാർ, ബ്രദർ, അച്ഛൻ, അമ്മ തുടങ്ങിയ ഒട്ടുമിക്ക ആളുകൾ കളിയാക്കുകയും കുറ്റപ്പെടുത്തുകയും ഒക്കെ ചെയ്തിട്ടും താൻ പഠിച്ചിട്ടുള്ള കാര്യം വെച്ച് താൻ ഹൈക്കോടതിയിൽ പോയിട്ട് തൻ്റെ അവകാശത്തെ നേടിയെടുക്കും എന്നുള്ള ഉറച്ച വിശ്വാസത്തോടു കൂടിയും ആ ഒരു ഡിറ്റർമിനേഷൻ പവറിൽ ഹൈക്കോടതിയിൽ പോയിട്ട് തൻ്റെ അവകാശങ്ങൾ നേടിയെടുക്കുകയും ചെയ്തിട്ടുള്ള ഒരു മെയ്മോളിൻ്റെ ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒന്നാണ്. ഈ ഒരു വാദം കഴിഞ്ഞതിന് ശേഷം ജഡ്ജി ചോദിക്കുന്നുണ്ട്, മെയ്മോൾ ഒന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കൂ. കാരണം അവിടെയൊക്കെ മെയ്മോളെക്കാട്ടും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരുപാട് വക്കീലാണ് ഇരിക്കുന്നത്. അവർക്കൊന്നും പറ്റാത്തൊരു കാര്യം മെയ്മോൾക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം മറ്റുള്ളവരിലേക്ക് അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് മെയ്മോൾക്ക് എക്സ്പ്രസ് ചെയ്ത് കാണിച്ചു കൊടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ തനിക്ക് എന്തുകൊണ്ട് LLB പഠിച്ചുകൂടാ? അപ്പോൾ ഈ ഒരു സ്റ്റോറി കേട്ട സമയത്ത് നിങ്ങൾക്ക് എന്താണോ മനസ്സിൽ തോന്നിയിട്ടുള്ളതെന്ന് വെച്ചാൽ അതൊന്ന് കമന്റ് ബോക്സിലൂടെ പറയുക. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും കൂടി ചെയ്യുക.